നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ പ്രതിപാദ്യ വിഷയം പറയൻതുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ചാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന 2 വീഡിയോയിലൂടെ ഞാൻ ഓട്ടൻതുള്ളൽ, ശീതങ്കൻതുള്ളൽ എന്ന കലാരൂപത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് തന്നിരുന്നു. ഇനി 3 തുള്ളലുകളിൽ ഇനി പറയാനുള്ളത് ഈ പറയൻതുള്ളലിനെ കുറിച്ചാണ്. ശീതങ്കൻതുള്ളലിനെ പോലെ ചടുലമായ നൃത്ത ഒരു ആവിഷ്കാരമല്ല പറയൻതുള്ളലിനും. മറ്റ് 2 തുള്ളൽ കലാരൂപങ്ങളെ അപേക്ഷിച്ച് പറയൻതുള്ളലിന് വളരെ പതിഞ്ഞ ഒരു താളക്രമവും ആണ് ഉള്ളത്. ഏതായാലും നമുക്ക് പറയൻതുള്ളലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രഭാതത്തിൽ അരങ്ങേറുന്ന ഒരു തുള്ളൽ കലാരൂപമാണ് പറയൻതുള്ളൽ. മറ്റു തുള്ളലുകളെ അപേക്ഷിച്ച് പറയൻതുള്ളലിന് പതിഞ്ഞ ഈണവും താളവുമാണ് ഉള്ളത്. മാത്രമല്ല മറ്റു തുള്ളൽ കലാരൂപങ്ങളെക്കാൾ പ്രയാസം കൂടിയതും പറയൻതുള്ളലിനാണ്. മല്ലിക എന്ന സംസ്കൃത വൃത്തമാണ് ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്. പറയുന്ന രീതിയിലുള്ള പാട്ട് സമ്പ്രദായം പിന്തുടരുന്നതുകൊണ്ടാണ് പറയൻതുള്ളൽ എന്ന പേര് കിട്ടിയത്. ഇതിൻ്റെ അവതരണ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മന്ദഗതിയിലുള്ള ഈ കലാരൂപത്തിൽ ആംഗ്യങ്ങൾ ഉപയോഗിച്ച് അവതാരകൻ പാട്ടുകളുടെ അർത്ഥം വിശദീകരിക്കുന്നു. സാധാരണയായി ആത്മീയമായ കാര്യങ്ങളാണ് പറയൻതുള്ളലിൽ കൈകാര്യം ചെയ്യുന്നത്. സഭാപ്രവേശം, ത്രിപുരദഹനം, കുംഭകർണവധം, ദക്ഷയാഗം, കീചകവധം, പുളുന്തിമോക്ഷം, സുന്ദോപാഖ്യാനം, ഹരിശ്ചന്ദ്ര ചരിതം, പാഞ്ചാലി സ്വയംവരം, പഞ്ചേന്ദ്രോപാഖ്യാനം എന്നിവയാണ് മികച്ച പറയൻതുള്ളലുകൾ. ഇനി ഇതിൻ്റെ വേഷവിധാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സർപ്പഭണവും ശിവലിംഗവുമുള്ള കിരീടവുമാണ് പറയൻതുള്ളലിൻ്റെ പെട്ടെന്ന് കണ്ണിൽപ്പെടുന്ന പ്രത്യേകത. ദേഹമാസകലം ഭസ്മമോ ചന്ദനമോ തേച്ച് വാലിട്ട് കണ്ണെഴുതി കൈമത്ത, അമ്പടി, ഉടുത്തുകെട്ട്, വലതുകാലിൽ വാകച്ചിലമ്പ്, കച്ചമണി എന്നിവ ധരിക്കുന്നു. ഉടുത്തുകെട്ടിന് ചുവന്ന പട്ടാണ് ഉപയോഗിക്കുന്നത്. മുഖത്ത് തേപ്പ് കാണുകയില്ല. തലമുടിയിൽ ചുവന്ന പട്ടും തൊങ്ങലും കോർത്തിരിക്കും. കൂടാതെ കൈകളിലും കഴുത്തിലും വളയും മാലയും അണിഞ്ഞിരിക്കും. രുദ്രാക്ഷമാലകളും ധരിക്കും. മുറിയടന്ത താളത്തിൽ ഒറ്റക്കാലിലാണ് നൃത്തം. ശിവസദൃശമായ വേഷമാണ് പറയൻതുള്ളൽ കലാകാരൻ്റേത്. അതിനാൽ തന്നെ ഭക്തിയാണ് പൊതുവെ പ്രേക്ഷകന് അനുഭവേദ്യമാകുന്നത് ഈ പറയൻതുള്ളലിൽ നിന്നും. പറയൻതുള്ളലിനെപ്പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി കാണും എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ നമസ്കാരം.